ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഹൗ യു ഡു യു ലൈക്ക് സ്റ്റോറി? നിങ്ങൾക്കൊക്കെ സ്റ്റോറീസ് ഇഷ്ടമാണോ? നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ഒരു കൊച്ചു കഥയാണ്. ടുഡേ വി ആർ ഗോയിങ് ടു എ ന്യൂ ടോപ്പിക്, നാറ്റ് അറ്റ് സ്കൂൾ. വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി? നാറ്റ് അറ്റ് സ്കൂൾ. നാറ്റ് എന്ന കുട്ടി സ്കൂളിൽ പോകുന്ന ഒരു കൊച്ചു കഥയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ. നമ്പർ 1, കോക്ക്ഡ്, ട്രംബിൾഡ്, ഷിവേർഡ്. കോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെടുങ്ങുക. ദെൻ 2, ബ്ലെൻഡേഴ്സ്. ബ്ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്റേക്സ്, മണ്ടത്തരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയൂലേ. ദെൻ 3rd, ബ്ലോട്ടഡ്, സ്റ്റെയിൻ, സ്പോട്ടഡ്, സീമഡ്. ബ്ലോട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മായ്ച്ച് കളയുക. ഓക്കെ. ദെൻ ടോയിൽഡ്, വർക്ക് ഹാർഡ്, ലേബേർഡ്. ടോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്വാനിക്കുക. 5, ഹീപ്സ്, ലോഡ്സ് ഓഫ്. ഹീപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം അല്ലെങ്കിൽ കൂമ്പാരം എന്നൊക്കെ പറയും. ദെൻ 6th, ഇൻട്രിൻസിക്, നാച്ചുറൽ. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മനാലുള്ള കഴിവിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. പ്ലോഡ്, വോക്ക് ഡോഗ്ലി ആൻഡ് സ്ലോലി വിത്ത് ഹെവി സ്റ്റെപ്പ്. പ്ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെല്ലെ നടക്കണല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മെല്ലെ സ്ലോലി നടക്കണേനെയാണ് നമ്മൾ പ്ലോഡ് എന്ന് പറയുന്നത്. ഇൻക്രെഡുലസ്, ഡൗട്ട്ഫുൾ ഓർ അൺകൺവിൻസ്ഡ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിശ്വസനീയമായ. ദെൻ നെക്സ്റ്റ് വൺ, ഇമ്മെൻസ്ലി. ഇമ്മെൻസ്ലി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ലി. ഇമ്മെൻസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം. ദെൻ നെക്സ്റ്റ് വൺ, ഇംപാർട്ട്, ഗീവ് ഓർ ഷെയർ. ഇംപാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നൽകുക. ദെൻ ലാസ്റ്റ് വൺ, ഹിൻഡ്രൻസസ്, ഒബ്സ്റ്റക്കിൾസ്. ഹിൻഡ്രൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം. Now we are going to discuss about opposite words. Number 1, reveal. റിവീലിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? കൺസീൽ. റിവീൽ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക. കൺസീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മറച്ചു വെക്കുക. ദെൻ നമ്പർ 2, ഇഗ്നോറൻസ്. ഇഗ്നോറൻസിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? വിസ്ഡം. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലായ്മ. അപ്പോൾ വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവുള്ളതിലെ ജ്ഞാനം എന്നൊക്കെ പറയും. ഓക്കെ. ദെൻ 3rd, ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുള്ളിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? അൺഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള. അൺഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി കെട്ട. ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ടിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ഈസി. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ട്. ഈസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എളുപ്പം. ദെൻ 5, ഡിസ്കറേജ്. ഡിസ്കറേജിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? എൻകറേജ്. ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുക അല്ലേ. അപ്പൊ എൻകറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹിപ്പിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ബ്രൈറ്റൻഡ്. ബ്രൈറ്റൻഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഡാർക്കൻഡ്. ബ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ തെളിച്ചം. ഡാർക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ട്. ഓക്കെ. ദ ലാസ്റ്റ് വൺ, ലെൻഡ്. ലെൻഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ബോറോ. ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക, ബോറോ കടം വാങ്ങിക്കുക. അപ്പൊ എല്ലാവർക്കും ഓപ്പോസിറ്റ് വേർഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Following story is an excerpt from the novel Little Men by Louisa May Alcott. Ned Blake feels scared going to school because he thinks he is not as good as his classmates. Read on to find out how Mr. Bear helped Ned overcome his fear. ലൂയിസ മേ ആൽക്കോട്ട് എഴുതിയ ലിറ്റിൽ മെൻ എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് ഈ സ്റ്റോറി. അപ്പം നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. നെഡ് ബ്ലേക്ക് ഫീൽസ് സ്കേർഡ് ഗോയിങ് ടു സ്കൂൾ. നെഡ് ബ്ലേക്ക് എന്ന കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ്. ബിക്കോസ് ഹി തിങ്സ് ഹി ഈസ് നോട്ട് ആസ് എ ഗുഡ് ആസ് ഹിസ് ക്ലാസ്മേറ്റ്സ്. അവൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അത്രക്ക് ഗുഡാണെന്ന് അവനക്ക് തോന്നുന്നില്ല. റീഡ് ഓൺ ടു ഫൈൻഡ് ഔട്ട് ഹൗ മിസ്റ്റർ ബെയർ ഹെൽപ് നാറ്റ് ഓവർകം ഹിസ് ഫിയർ. മിസ്റ്റർ ബെയർ എങ്ങനെയാണ് അവൻ്റെ ഉള്ളിലുള്ള പേടി ഓവർകം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. When Nat went to school on Monday morning, he quaked inwardly, for he thought he had to reveal his ignorance before everyone. Mr. Bear thoughtfully seated him at the back so that no one could hear his blunder or see how he blotted his copybook. He was truly grateful for this and toiled away diligently. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നേറ്റിൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. കാര്യം എന്താണ്?
അവൻ തിങ്ക് ചെയ്തു, അവനക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ അറിയും. അത് ആലോചിച്ചിട്ട് അവനക്ക് ആകെ ടെൻഷനായിരുന്നു അല്ലേ. മാത്രമല്ല സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു നമ്മുടെ നാറ്റിന്. The bear thoughtfully seated him at the bed so that no one could hear his blunder or see how he blotted his copybook. He was truly grateful for this and toiled away diligently. അങ്ങനെ അവൻ്റെ സാറ് മിസ്റ്റർ ബെയർ എന്ത് ചെയ്തു, അവനെ ബാക്ക് ബെഞ്ചിൽ കൊണ്ടുപോയിരുത്തില്ലേ. കാര്യം എന്താണ്, ആർക്കും അവൻ്റെ തെറ്റുകൾ കേൾക്കാനോ കാണാനോ കഴിയാത്ത രീതിയിൽ അവനെ ബാക്ക് ബെഞ്ചിൽ കൊണ്ടുപോയിരുത്തില്ലേ. അവന് കോപ്പി ബുക്ക് എഴുതുമ്പോൾ മറ്റുള്ളവർക്കൊന്നും അവൻ്റെ തെറ്റുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാർ അങ്ങനെ ചെയ്തത് അല്ലേ. അത് ഭയങ്കര സന്തോഷമായി ആർക്ക്, നമ്മുടെ നാറ്റിന്. കാര്യം എന്താണ്, അവന് പറയാണ് ഞാനൊരു പൊട്ടനാണെന്ന് ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, ഞാൻ എഴുതുന്ന നോട്ട്സുകളും ഞാൻ പറയുന്നതൊന്നും ആരും കേൾക്കില്ല. അത് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മുടെ നാറ്റ് കണ്ടത്. Don't work so hard, my boy. You will tire yourself out and there is enough time. But I must work hard or I can't catch up with the others. They know heaps and I don't know anything. അങ്ങനെ ടീച്ചർ പറയാണ്, നീ ഇങ്ങനെ കൂടുതലായിട്ടൊന്നും വർക്ക് ചെയ്യണ്ട, നീ ആകെ ടയേർഡായി പോകും, ഇനിയും സമയമുണ്ടല്ലോ, പതിയെ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നാറ്റ് എന്താ പറയണത് സാറോട്, ഞാൻ നല്ലോണം വർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് അവരുടെ കൂടെ എത്താൻ കഴിയില്ല, അവർക്ക് എന്നെക്കാളും ഒരുപാട് അറിവുണ്ടല്ലോ, പക്ഷെ ഞാൻ ഇപ്പോഴേ വർക്ക് ചെയ്താലാണ് അവരുടെ കൂടെ എത്തുള്ളൂ എന്ന് പറയാണ് നമ്മുടെ നാറ്റ്. Nat was in total despair after hearing the boys recite their grammar, history and geography with what he thought was amazing ease and accuracy. നമ്മുടെ നാറ്റിന് ഭയങ്കര സങ്കടമായി. കാര്യം എന്താണ്, അവൻ്റെ ക്ലാസ്മേറ്റ്സിലെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് ഗ്രാമർ പഠിക്കലും ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി എന്ന് ക്ലാസ്സിലൊക്കെ വന്ന് പറയുമ്പോൾ അവനക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം എന്താണ്, അവനക്കൊന്നും അറിയില്ലല്ലോ. അവൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ ആകെ ടെൻഷനായിട്ട് അവനിങ്ങനെ ഗ്ലൂമി ആയിട്ട് ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ എന്താണ് പറയുന്നത്, യു ഡോണ്ട് നോ യുവർ ഇൻട്രസ്റ്റിംഗ് റോൾ, ആക്ച്വലി യു നോ എ ഗുഡ് മെനി തിങ്സ് വിച്ച് ദേ ഡോണ്ട്. അപ്പോൾ ടീച്ചർ പറയാണ്, നിനക്ക് നിൻ്റെ ഉള്ളിലുള്ള കഴിവ് അറിയില്ല, നിനക്ക് അവരെക്കാളും പല കാര്യങ്ങളിൽ കൂടുതൽ അറിയാം, അത് നിനക്ക് അറിയില്ല എന്ന് പറയാണ് ടീച്ചർ. Yes, for one thing you can keep your temper, and Jack, who is quick at numbers, cannot. That is something difficult to control, and I think you have mastered it well. You can play the violin well and not one of the other boys can, though they want to do it very much. Nat, you really care to learn something and that show your spirit. It seems hard at first and you will feel discouraged but pulled away and things will get easier as you go on. Do I? Yes, for one thing you can keep your temper and Jack, who is quick at numbers, cannot. That is something difficult to control and I think you have mastered it well. അങ്ങനെ നമ്മുടെ നാറ്റിനോട് സാറ് ഭയങ്കര മോട്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ അവനെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് സാറ് പറയാണ്, അതെ, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ജാക്കിനില്ല, അവൻ്റെ കൂട്ടത്തിലുള്ള ജാക്കിന് നല്ലോണം മാത്സ് അറിയാം, എങ്കിലും അവൻക്ക് അവൻ്റെ ടെമ്പർ ക്ഷമിക്കാൻ കഴിയില്ല. കാരണം അവൻക്ക് ദേഷ്യം ക്ഷമിക്കാൻ കഴിയില്ല. എനിക്കറിയാം നിനക്ക് അതിൽ നല്ല കഴിവുണ്ടെന്ന് പറയാണ് നമ്മുടെ സാറ് നാറ്റിനോട്. You can play the violin well and not one of the other boys can, though they want to do it very much. അങ്ങനെ നമ്മുടെ നാറ്റിനോട് സാർ പറയാണ്, അതുപോലെ തന്നെ നിനക്ക് നല്ലോണം വയലിൻ പ്ലേ ചെയ്യാനുള്ള കഴിവുണ്ട്, ബാക്കിയുള്ള ബോയ്സിനൊന്നും ആ കഴിവില്ല. പക്ഷേ എല്ലാവർക്കും വയലിൻ വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ആർക്കും അത് ശരിക്കും പോലെ വയലിൻ പ്ലേ ചെയ്യാൻ അറിയില്ല എന്ന് പറയാണ് നമ്മുടെ സാറ്. സാർ എന്താ പറയണത്, നിനക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, കാരണം നമ്മുടെ നാറ്റിന് പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ട്, നിനക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, അത് നിൻ്റെ ഒരു സ്പിരിറ്റാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നീ ആദ്യം പഠിക്കാനിരിക്കുമ്പോൾ നിനക്ക് എന്താണ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നിനക്ക് തോന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന്. പക്ഷേ നീ പിന്നോട്ട് പോകരുത്. കാര്യം എന്താണ്, ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് വരിക അല്ലേ. ആദ്യം കുറച്ച് പഠിക്കും, പിന്നെ പഠിക്കും, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വരിക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പഠനം ഈസി ആയിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ സാറ്. അപ്പം നാറ്റ് എന്താ ചോദിക്കണത്, ഡു ഐ, എന്നെ കൊണ്ട് കഴിയുമെന്ന് ചോദിക്കുകയാണ് നമ്മുടെ നാറ്റ്. Nat's face had brightened more and more as he listened, for small as the list of his learning was,
It cheered him immensely to realize that he had something to fall back on. Yes, I can keep my temper and I can fiddle, though I don't know where the Bay of Biscay is, he thought. അങ്ങനെ നമ്മുടെ നാറ്റിന് സർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അല്ലേ. അപ്പോൾ നമ്മുടെ നാറ്റിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അവൻ്റെ ഫേസിൽ അവൻ്റെ മുഖം വെട്ടി തിളങ്ങാൻ തുടങ്ങി. അവൻ നല്ല ഉഷാറായി. എന്നിട്ട് അവൻ സ്വയം തോന്നി തുടങ്ങിയില്ലേ, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും, ഞാൻ ഉഷാറാണെന്നുള്ളൊരു കോൺഫിഡൻസ് അവൻ്റെ മനസ്സിൽ വന്നു. അതുപോലെ തന്നെ അവന് വിചാരിക്കുകയാണ്, എനിക്ക് നല്ലോണം ക്ഷമിക്കാൻ കഴിയും, അതുപോലെ തന്നെ എൻ്റെ ടെമ്പർ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, എനിക്ക് നന്നായിട്ട് വയലിൻ വായിക്കാൻ കഴിയും. ഈ പ്ലേസിലെ ഞാൻ ഈ നിൽക്കുന്ന പ്ലേസ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ടെന്ന് അവന് സ്വയം തിരിച്ചറിയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. I do what to learn and I will try. I never went to school but I couldn't help it. And if the boys here don't laugh at me, I guess I will get on first rate. അങ്ങനെ ആ കുട്ടി എന്താണ് സാറിനോട് പറയണത്? സാറിനോട് അവൻ പറയാണ്, എനിക്ക് നല്ലോണം പഠിക്കണം, അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് ശ്രമിക്കും, ഞാൻ ഇതുവരെ സ്കൂളിലൊന്നും പോയിട്ടില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ ബോയ്സിലെ എന്നെ കളിയാക്കി ചിരിക്കില്ലെങ്കിൽ ഞാൻ നല്ലോണം പഠിച്ചിട്ട് നല്ലോണം ട്രൈ ചെയ്തിട്ട് ഫസ്റ്റായിട്ട് പാസ്സാവാൻ ശ്രമിക്കുമെന്ന് പറയാണ് നമ്മുടെ. They shall not laugh at you. If they do, I will tell them not to, cried Demi, quite forgetting where he has. The entire class looked up to see the two boys. അങ്ങനെ സർ പറയാണ്, ആരെങ്കിലും അങ്ങനെ ചിരിച്ചാൽ ഞാൻ അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് നീ എന്തായാലും ശ്രമിക്കണം. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഡെമ്മി എന്നൊരു കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ സാറ് പറയാണ്, അവന് എവിടെയാണ് ഇരിക്കുന്നത് പോലും അവന് ഓർമ്മയില്ല. കാര്യം നമ്മൾ പറയില്ല പരിസരം മറന്ന് ചിരിക്കുക അല്ലെങ്കിൽ പരിസരം മറന്ന് കരയുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് അവന് ഓർമ്മയില്ല അവന് എവിടെയാണ് ഇരുന്ന് കരയുന്നത് പോലും. അങ്ങനെ എല്ലാവരും ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടി ആ കുട്ടീനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. Thinking that a lesson learning to help one another was better than arithmetic just then, Mr. Bear told the boys about Nat, making such an interesting and touching little story out of it that the good-hearted lads all promised to lend him a hand. Lads all promised to lend him a hand and felt quite honored to be called upon to impart their stories of wisdom to the chap who played the fiddle so well. Nat began to feel that he had few hindrances to struggle against, for everyone was glad to give him a boost up their ladder of learning. Thinking that a lesson in learning to help one another was better than arithmetic just then, Mr. Bear told the boys about Nat. അങ്ങനെ നമ്മുടെ ബെയർ ഉണ്ടല്ലേ, നമ്മുടെ സർ ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? മാത്സിലെ അരിതമെറ്റിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ച് ലെസൺ ചെയ്യലേ പഠിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സാറ് ക്ലാസ്സിലെ കുട്ടികൾക്ക് നാറ്റിൻ്റെ സ്റ്റോറീസ് പറഞ്ഞു കൊടുത്തില്ലേ. നാറ്റിന് ഒരുപാട് കഴിവുകളുണ്ട്, നന്നായിട്ട് വയലിൻ പ്ലേ ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കഥയെല്ലാം കേട്ടതിന് ശേഷം കുട്ടികൾ എന്താ പറഞ്ഞത്? ഓക്കെ സർ, ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ഞങ്ങൾ നാറ്റിന് വേണ്ടി ചെയ്യും, നാറ്റിനെ ഞങ്ങളെല്ലാവരും സഹായിക്കുന്ന കുട്ടികൾ പറയാണ്. Felt quite honored to be called upon to impart their stories of wisdom to the chap who played the fiddle so well. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്തു? ക്ലാസ്സിലെ കുട്ടികൾ അവർ എല്ലാവരും അവരുടെ കയ്യിലുള്ള കഥകളും അവരുടെ നോളജും എല്ലാം നമ്മളെ നാറ്റിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നാറ്റിനെ നല്ല രീതിയിൽ സഹായിക്കാൻ അവർ തീരുമാനിച്ചു. Nat began to feel that he had few hindrances to struggle against, for everyone was glad to give him a boost up the ladder of learning. അങ്ങനെ എന്ത് തീരുമാനിച്ചു? അങ്ങനെ നാറ്റിൻ്റെ ഉള്ളിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ലേ, ഒരു കോൺഫിഡൻസ് വന്നു. കാരണം എന്താണ്? എല്ലാ കുട്ടികളും എല്ലാ ഫ്രണ്ട്സും അവൻ്റെ കൂടെ ഉണ്ടല്ലേ. അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാനും സഹായിക്കാനൊക്കെ അവർ റെഡി ആയിട്ട് ഇരിക്കുക. അങ്ങനെ അവനക്ക് തന്നെ ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് വന്നു, എനിക്ക് പഠിക്കാൻ കഴിയുമെന്നല്ലേ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ പഠനത്തിൻ്റെ കാര്യത്തിലല്ലേ, നമ്മൾ പഠനത്തിൻ്റെ ഉയർച്ചയിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുണ്ടെന്ന് നമ്മുടെ നാറ്റ് മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. പിന്നീട് അവന് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി എന്നാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത്. Number 1, choose the correct answer and fill in the blanks. ബ്രാക്കറ്റിൽ നിന്നും ശരിയായതെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Number 1, Mr. Bear seated Nat at the dash of the class.
സാറ് നാറ്റിനെ എവിടെയാണ് കൊണ്ടേയിരുത്തിയത്? ആൻസർ ബാക്ക്. ഓക്കെ, ദെൻ 2 Nat had to catch up with others. എന്താണ്? മറ്റുള്ളവരോട് കൂടെ എത്താൻ വേണ്ടിയിട്ട് നാറ്റ് എന്താണ് ചെയ്തത്? വർക്ക്. എന്താണ്? അവൻ നന്നായിട്ട് ശ്രമിച്ചു അല്ലേ? ദെൻ സി was quick at numbers. പെട്ടെന്ന് മാത്സ് ആർക്കാണ് പെട്ടെന്ന് ചെയ്യാൻ കഴിയുക? ജാക്ക്. ആൻസർ ജാക്ക്. നാറ്റ് കുഡ് പ്ലേ well. നാറ്റിന് നന്നായിട്ട് എന്ത് വായിക്കാൻ കഴിയും? വയലിൻ. ആൻസർ വയലിൻ. Everyone was glad to give a boost up the ladder of learning. എല്ലാവരും നാറ്റിനെ എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് സഹായിച്ചതെന്ന് ചോദിച്ചിട്ടുള്ളത്? നാറ്റ്. Put it true if the sentences is correct or false if it is wrong. താഴെ തന്നിട്ടുള്ള സെന്റൻസിൽ നിന്ന് ട്രൂ ഓർ ഫോൾസ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ Mr. Bear seated Nat at the back so that no one could hear Nat's blunders. എന്താണ് പറയുന്നത്? നാറ്റിന്റെ തെറ്റുകൾ ആർക്കും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പിന്നിലിരുത്തിയത് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? കറക്റ്റ് ട്രൂ ആണല്ലേ? ശരിയാണല്ലേ? അപ്പം ആൻസർ ട്രൂ. Man felt that he knew everything that the other boys knew. മറ്റ് ആൺകുട്ടികൾക്ക് അറിയാവുന്നതെല്ലാം തനിക്കറിയാമെന്ന് നാറ്റിന് തോന്നി എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. ആൻസർ എന്താണ്? തെറ്റാണ് അല്ലേ? ഫോൾസ്. സി ജാക്ക് who was quick at numbers could not keep his temper. എന്താണ്? ജാക്കിന് വേഗത്തിൽ സംഖ്യകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ, പക്ഷെ അവൻ്റെ ദേഷ്യം നിലനിർത്താനായില്ല എന്നാണ് പറയുന്നത് അല്ലേ? അവൻ്റെ കോപം നിലനിർത്താനാവില്ല എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ? ട്രൂ. അപ്പൊ സിയുടെ ആൻസർ എന്താണ്? ട്രൂ. ദെൻ ഡി നാറ്റ് ഡിഡ് നോട്ട് കെയർ ടു ഹിയർ എനിത്തിങ്. എന്താണ് പറയുന്നത്? നാറ്റ് ഒന്നും കേൾക്കാൻ ശ്രമിച്ചില്ല. ട്രൂ ആണോ ഫോൾസ് ആണോ? അല്ലേ? ആൻസർ ഫോൾസ്. തെറ്റാണല്ലേ? അപ്പൊ നാറ്റ് began to feel that he had few hindrances to struggles against. എതിരെ പോരാടുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് നാറ്റിന് തോന്നിയത് എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണല്ലേ? ശരിയാണല്ലേ? അപ്പൊ ആൻസർ ട്രൂ.